ഇടുക്കിക്കാരിയാണ്. എന്നും പൂട്ട് കൊടുക്കും. എന്നോട് പറഞ്ഞു, തോമസ് ചേട്ടാ എൻ്റെ ഫോട്ടോ എടുത്ത് ഫോണിൽ വെച്ച് ആവശ്യം വരും കേട്ടോ. ആവശ്യം വരും എന്ന് പറഞ്ഞാൽ പുള്ളി മരിക്കുന്നത് ചീത്ത. ആവശ്യം വരും ഓർത്തു എന്നെ കാണാനായിട്ട് ചേട്ടൻ്റെ മൊബൈലിൽ എൻ്റെ ഫോട്ടോ എടുത്തു. ഞാൻ പോയി, വീട്ടിൽ പോയി. 15 ദിവസം കഴിഞ്ഞു. 15 കഴിഞ്ഞ് വരുമെന്ന് എടുത്തില്ല. എന്നെ വിളിച്ചു, എന്നെ കാണണം, എൻ്റെ ഫോട്ടോ താമസിച്ചതിൻ്റെ ഫോണിലുണ്ട്, എന്നെ കാണണം, എന്നെ മറന്നേക്കില്ല കേട്ടോ, എന്നെ മറന്നേക്കില്ല. ഇങ്ങനെ പറഞ്ഞ് മരിച്ചു പോകുന്നതിൻ്റെ മുഖം എന്ത് ഭയങ്കര അനതി. എന്നെ മറക്കല്ലേ, എന്നെ മറക്കല്ലേ, എന്നെ മറക്കല്ലേ എന്നും പറഞ്ഞ് എത്രയോ അമ്മമാരും കൂടപ്പിറപ്പുകളും മരിച്ചു പോയിട്ടുണ്ട്. എന്നെ ഓർക്കണേ, എൻ്റെ മക്കളെ ഓർക്കണേ, എന്നെ ഒരിക്കലും മറക്കല്ലേ മറക്കല്ലേ എന്നും പറഞ്ഞ് മരിച്ചുപോയ എത്രയോ അമ്മമാരും അപ്പന്മാരും സഹോദരി സഹോദരന്മാരുടെയും ജീവിതത്തിൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നത്. അവസാനത്തെ അവരുടെ ആഗ്രഹമാണ് എന്നെ മറക്കരുത് എന്ന്. അപ്പം അതൊക്കെ എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ്. എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. ആ അവാർഡിനും ബഹുമതിക്കും ഞാൻ ഒത്തിരി വില കൽപ്പിക്കുന്ന ആളാണ്. സുകന്യ എന്ന് പറയുന്ന സഹോദരി പോയി, ഇനി വരുമെന്ന് അറിയത്തില്ല. എന്നെ മറക്കല്ലേ എന്നും പറഞ്ഞ് ഇന്നലെ കരഞ്ഞു. എന്നെ ഒരിക്കലും മറക്കല്ലേ. ഒരു അവസാനത്തെ ആഗ്രഹത്തിൻ്റെ ഒരു സംസാരം അത്. എന്നുവെച്ചാൽ ഹൃദയം നിറഞ്ഞ സ്നേഹം, അത് ഇങ്ങിപ്പൊട്ടി കണ്ണുനീരായിട്ട് പോകുന്ന ജീവിതത്തിൻ്റെ അനുഭവം. സഹിക്കാൻ മേലാത്ത സ്നേഹമെന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം. സ്നേഹിച്ച് മടുക്കരുത്, സഹായിച്ച് മടുക്കരുത്, കൊടുത്ത് മടുക്കരുത്, ജീവിച്ച് മടുക്കരുത്, ക്ഷമിച്ച് മടുക്കരുത്. ക്ഷമിച്ച് മടുക്കരുത്, സ്നേഹിച്ച് മടുക്കരുത്, സഹായിച്ച് മടുക്കരുത്, ജീവിച്ച് മടുക്കരുത്. അതൊരു വലിയ കാര്യമാണ്. മടുത്തു എന്ന് പറയുന്നത് ക്ഷമിച്ച് മടുത്തു, സഹായിച്ച് മടുത്തു, സ്നേഹിച്ച് മടുത്തു. ഇല്ല, ഒരിക്കലും മടുക്കാൻ പാടില്ല. അതാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹം. ഒരിക്കലും മടുക്കാൻ പാടില്ല. ക്ഷമിച്ച് ഒരിക്കലും മടുക്കരുത്, സ്നേഹിച്ച് ഒരിക്കലും മടുക്കരുത്, കൊടുത്ത് ഒരിക്കലും മടുക്കരുത്, ജീവിച്ച് മടുക്കരുത്, പ്രാർത്ഥിച്ച് മടുക്കരുത്. ഈ ഒരു ആഗ്രഹമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ കൈകൊണ്ട് അവസാനമായിട്ട് ഒരിച്ചിരി കഞ്ഞി കുടിച്ച്, ചായ കുടിച്ച് അവർ ഈ ലോകത്തിൽ നിന്ന് യാത്രയാണെങ്കിൽ ഏറ്റവും വലിയ സെൻഡ് ഓഫ് യാത്ര അതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സെൻഡ് ഓഫ് യാത്ര അതാണ്. എന്നെ മറക്കല്ലേ എന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ വാചകം ഈ ലോകത്തിലേക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയാണ്. അതിൽ കൂടി ഒരു ബഹുമതി അവസാനമായിട്ടൊരു വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറയുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അതിൽ കൂടി ഒരു ബഹുമതി ഇല്ല. അത് ആത്മാവിൽ നിറയുന്ന, ഹൃദയത്തിൽ നിറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരായിട്ട് വരുന്നതിൻ്റെ ഒരു ബഹുമതിയാണ്. ഇതാണ് നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കേണ്ടത്. മനുഷ്യരായി ജീവിക്കുന്ന നമുക്ക് ഈ സ്വീകരണമാണ് വേണ്ടിയത്. സ്റ്റേജിൻ്റെ സ്വീകരണവും ബഹളങ്ങളുടെ സ്വീകരണവും ഒക്കെ കിട്ടും, ആയിക്കോട്ടെ. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സ്വീകരണവും കൂടെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നെങ്കിൽ അത് ഈ ലോക ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വീകരണമാണ്. അതാണ് ഞാൻ ഇങ്ങനെ ഒത്തിരി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ജീവിതത്തിൽ വേറെ ഒരാഗ്രഹം. അനേകരുടെ അവസാന നിമിഷത്തിലെ ദുഃഖങ്ങളിൽ അവരുടെ അപ്പനായി, അവരുടെ അമ്മയായി, മകനായി, മകളായി എന്ന് ജീവിച്ചു തീരുക അവരുടെ. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും അതിനായിട്ട് എന്നെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ ആഗ്രഹം ഉണ്ടാകണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നെ സഹായിക്കണമെന്നല്ല, എൻ്റെ അടുത്ത് വരണമെന്നല്ല, അത് വരാൻ സഹായിക്കാം. ഇതിലുപരിയായിട്ട് ഓരോ വ്യക്തിക്കും നമ്മളെ കൊണ്ട് ആവശ്യം, ഓരോ വ്യക്തിയുടെ കണ്ണുനീരിനും നമുക്ക് ആവശ്യം, ഓരോ വ്യക്തിയുടെ അവസാന നിമിഷവും നമുക്ക് ആവശ്യം. അങ്ങനെയൊക്കെ ആകാനായിട്ട് നമുക്കൊത്തിരി പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രാർത്ഥനയുടെ കയ്യൊപ്പാണ് നവജീവൻ ട്രസ്റ്റ്. സ്വന്തം ജീവിതത്തെ കാരുണ്യത്തിന്റെയും സഹനത്തിന്റെയും സ്നേഹമാക്കി മാറ്റിയ പി.യു. തോമസ് വിശക്കുന്നവന് അന്നമായും ദാഹിക്കുന്നവന് ജലമായും അഭയമില്ലാത്തവന് തണൽമരമായും ആ കാരുണ്യം ഒഴുകിയെത്താറുണ്ട്. താൻ പിന്നിട്ട ജീവിത വഴികളിലെ കനൽ പോലെ പൊള്ളുന്ന അനുഭവങ്ങൾ തോമസ് ചേട്ടൻ പങ്കുവയ്ക്കുന്നു. നമസ്കാരം. നമസ്കാരം. നവജീവൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു കാരുണ്യത്തിന്റെ ഒരു ചിത്രമാണ് കടന്നു വരുന്നത്. നവജീവൻ എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെ?
ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വിശന്നിരിക്കുന്ന കൂട്ടുകാർക്ക് എൻ്റെ പങ്ക് ചോറ് കൊടുത്ത് വിശന്നിരുന്ന രോഗിയായി മെഡിക്കൽ കോളേജിൽ വന്ന കാലത്ത് ഒരു ഓപ്പറേഷൻ കിടന്നപ്പോൾ അടുത്ത ഒരു അനാഥ രോഗി കിടക്കുന്നുണ്ട്, രാമേന്ദ്രൻ. ഭക്ഷണം കിട്ടാനില്ലാതെ വിഷമിക്കുന്നു, സഹായിക്കാൻ ആളുകളില്ല. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഒരു പൊതി ചോറും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. രാമേന്ദ്രന് കൊടുത്തു. അന്ന് ഞാൻ രാമേന്ദ്രനോട് പറഞ്ഞു, നമ്മൾ സുഖമായി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ദിവസം ആശുപത്രി വന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങണം, അനാഥരാക്കി സഹായിക്കണം. അങ്ങനെ തുടങ്ങിയതാണ് ഭക്ഷണ വിതരണമൊക്കെ. പിന്നെ ചെറുപ്പത്തിലെ ആളുകളുടെ ദുരിതം കാണുമ്പോൾ സങ്കടം വരിക. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ വിശന്നിരിക്കുന്ന കൂട്ടുകാരുടെ സങ്കടം കണ്ട് എൻ്റെ പങ്ക് ചോറൂടെ പങ്കുവെച്ച് ഞങ്ങൾ കഴിച്ച ജീവകാലമുണ്ട്. പിന്നെ എൻ്റെ ഫാദറും ഇങ്ങനെയൊക്കെ ആയിരുന്നു, വിഷമിക്കുന്നവരെ കണ്ട ഭക്ഷണം കൊടുത്ത് സഹായിക്കായിരുന്നു. അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രചോദനമാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കൾ ചിലരെയും പേരൻസിനെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നമ്മുടെ മക്കൾക്ക് വേണ്ടാത്ത ഒത്തിരി പേരൻസിനെ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പേരൻസ് മക്കൾക്ക് എന്തെങ്കിലും ഒരു മാതൃകയാകണം എന്നുള്ളതാണ്. എൻ്റെ അപ്പൻ്റെ ഗുണം എന്തേലും കാണണം, എൻ്റെ അമ്മയുടെ ഗുണം എന്തേലും മക്കളും കാണണം. അവര് കണ്ടെങ്കിലല്ലേ മക്കളും അങ്ങനെ ആകാൻ ശ്രമിക്കുള്ളൂ. ഒരാൾക്ക് വളരെ പെട്ടെന്ന് ഈ കാരുണ്യത്തിന്റെ പാതയിലേക്ക് കടന്നു വരാൻ പറ്റത്തില്ല. സേവനത്തിന്റെ ഒരു മനോഭാവം ഉള്ളിലുള്ള ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള സംഭവങ്ങൾ ചെറുപ്പത്തിലെ ഒത്തിരി വിഷമിച്ചിരിക്കുന്നവരെ കാണുമായിരുന്നല്ലോ. ചെറുപ്പത്തിലെ ഒത്തിരി എൻ്റെ കൂട്ടുകാർ വിഷമിക്കുന്ന കണ്ടുകൊണ്ട് വേറൊരു കൂട്ടുകാരനെ കൊണ്ട് കൂട്ടിക്കൊണ്ട് ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ₹1.65 സ്കൂളിലെ പിള്ളേരുടെ പരീക്ഷ ഫീസായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ബുക്കും ബസ്സും ഒരു ചായക്കട കൊടുത്തിട്ട്, അറിയാവുന്ന ചായക്കട, അവിടെ നിന്ന് ഞങ്ങൾ വയറ് നിറയെ ദോശയും ചായയൊക്കെ കഴിച്ചിട്ട് ചെറുപ്പത്തിലെ നാട് വിട്ടുപോയി. കോട്ടയത്ത് നിന്ന് ട്രെയിനിൽ കയറി എറണാകുളത്ത് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് വഴി പിരിഞ്ഞു പോയി. അതിന് ഞാൻ 4 വീടുകളിലായിട്ട് 2 വർഷക്കാലം അടുക്കള ജോലി ചെയ്ത് ജീവിക്കേണ്ടി വന്നായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടുകാർ അറിഞ്ഞ് എന്നെ വന്ന് കൂട്ടിക്കും. വളരെ ദയനീയമായ ഒരു കാലഘട്ടമായിരുന്നു. ഈ അവസാനത്തെ വീട്ടിലെ 9 മക്കളുടെ ഉടുപ്പും നിക്കറും എല്ലാം ഞാൻ അലക്കണം, പാത്രം കഴുകണം, പശുവിനെ കുളിപ്പിക്കണം, ചാണകം വാരണം. വെളുപ്പിനെ 5 മണിക്ക് തുടങ്ങിയ രാത്രി 10-11 മണി വരെ ജോലിയായിരുന്നു. എൻ്റെ കുഞ്ഞു പ്രായത്തിൽ കഠിനമായ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തെയൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്? ആ കാലഘട്ടത്തെ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എപ്പോഴും സങ്കടം വരുമായിരുന്നു. എനിക്ക് വീട്ടിൽ പോകണേ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം നിന്ന വീട്ടിലെ പുള്ളി നല്ല മദ്യപാനിയാണ്, നല്ല സാമ്പത്തികമുള്ള ആളാണ്. പുള്ളിക്ക് വൈകിട്ട് ഷാപ്പിൽ നിന്ന് കള്ളും കപ്പക്കറിയും ഞാൻ കൊണ്ട് കൊടുക്കും. പുള്ളി കഴിക്കും, എന്നെ കൂടെ കഴിപ്പിക്കും. എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല, പകൽ ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ വളരെ സങ്കടപ്പെട്ട ഒരു കാലമായിരുന്നു. ഒരു ദിവസം കള്ള് മേടിക്കാൻ പോയപ്പോഴത്തേന് ഷാപ്പിലെ കള്ളും കപ്പയും കറിയും ഒക്കെ എടുത്തു കൊടുക്കുന്ന ആള് എന്നോട് പറഞ്ഞു, എന്നാ എൻ്റെ മോനെ നിന്റെ മുഖത്തൊരു വിഷമം. അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സങ്കടമൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അഡ്രസ്സെല്ലാം എഴുതിയെടുത്ത് വീട്ടിലേക്ക് കത്തയച്ച് വീട്ടുകാർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട്. പിന്നെ ഞാൻ സ്കൂളിൽ ചേർന്ന് പഠിച്ച് പഴയ കൂട്ടുകാരെ കണ്ടു. പിന്നെ ഞാൻ രോഗിയായി മെഡിക്കൽ കോളേജിൽ വരുന്നു ആരംഭകാലത്ത്. അങ്ങനെയുള്ള കഠിനമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്. അതെ, കഠിനമായ ദാരിദ്ര്യത്തിലും ദുരിതത്തിലൊക്കെയാണ് കടന്നുപോയത്. കൂട്ടുകാരുടെ വിഷമത്തിലായിരുന്നു കൂടുതലും വിഷമം. പിന്നെ എൻ്റെ അച്ഛന് തേങ്ങാ ബിസിനസ് ആയിരുന്നു. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണില്ല. ചിലപ്പോൾ ഞാൻ കപ്പടി ബുദ്ധിമുട്ടായിരിക്കും. വിഷമകാലങ്ങളാണ് നവജീവൻ എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. അതെ. നവജീവനിൽ കുടുംബത്തിലെത്തിയ ആദ്യത്തെ കുടുംബാംഗം ആരാണ്? മനുബായി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. അവരെ മെഡിക്കൽ കോളേജിൻ്റെ വേസ്റ്റ് വാരി തിന്നു കണ്ടു. അവരെ ആ കുഴിയിൽ നിന്ന് കരക്കി കയറ്റി ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി മെഡിസിന് പഠിക്കുന്ന പെൺപിള്ളേർ കുളിപ്പിച്ച് വൃത്തിയാക്കി തന്നു. വഴിയേരിയിലിരുത്തി കുറേ മാസങ്ങളോളം നോക്കി. പ്രസവത്തിൻ്റെ സമയമായപ്പോൾ അവർ പ്രസവ മുറിയിൽ പോയി. അവർ പ്രസവിച്ചു. അതിനുശേഷം അവർ ആശുപത്രി വിട്ടിറങ്ങിപ്പോയി. പിന്നെ അവരെ ആശുപത്രിയുടെ ഓടെ കിടക്കുന്നതായിട്ട് കണ്ടു. പിന്നെ ലേഡീസ് ഹോസ്റ്റലിൽ മെഡിസിന് പഠിക്കുന്ന പെൺപിള്ളേരോട് പറഞ്ഞ് അവരോട് വന്ന് ഓടയിൽ നിന്ന് എടുത്ത് ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കി. അതിനുശേഷം നമ്മൾ മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. ചികിത്സിച്ച് 65 ദിവസം കൊണ്ട് സുഖമായപ്പം അവരെ ഇട്ടേച്ച് പോരെന്നും പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി. അവരെ കൊണ്ട് ആക്കാൻ ഒരു സ്ഥലമില്ലാതെയായി. അങ്ങനെ ഡോക്ടർമാർ എഴുത്തി മേടിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഇപ്പം അവിടുന്ന് പോരാൻ നേരത്ത് ഭയങ്കര സങ്കടമായിരുന്നു. അവർ എന്നെ ഇട്ടേച്ച് പോകരുത് എന്നും പറഞ്ഞ് എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ഒത്തിരി സമയം കരഞ്ഞു. ഞാൻ മസാല ദോശ മേടിച്ചുകൊണ്ട് വേഗം വരാമെന്നും പറഞ്ഞ് പോന്നു. അന്ന് തുടങ്ങിയ ആഗ്രഹമാണ് ഈ അനാഥരായ മാനസികർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് ജീവിക്കണം. അതാണ് ആദ്യത്തെ നമ്മുടെ അന്തേവാസി.
പിന്നെ നവജീവനായതിനു ശേഷം അവരെ തിരുവനന്തപുരത്ത് പോയി തിരിച്ചു കൊണ്ടുവന്നു. നമ്മുടെ ഇവിടെ 3 വർഷക്കാലം ഉണ്ടായിരുന്നു. മരിച്ചുപോയി, പ്രായമായി മരിച്ചുപോയി. ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ രോഗികൾക്ക് ഇങ്ങനെ പറ്റുന്ന സഹായമൊക്കെ ചെയ്ത് നടന്നപ്പം പല ആളുകളുടെ സഹായത്തോടുകൂടി എനിക്ക് 20ാമത്തെ വയസ്സ് മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജോലി കിട്ടി. അപ്പോൾ ധാരാളം മെഡിക്കൽ സ്റ്റുഡൻസ് സഹായിക്കാൻ തുടങ്ങി. ഹോസ്റ്റലിൽ വരുന്ന മിച്ചം വരുന്ന ഭക്ഷണമൊക്കെ തന്ന് സഹായിച്ചു. പിന്നെ അവരെ കൂടെ കൂട്ടിക്കൊണ്ടാ പോയി ഈ മാനസിക രോഗികളാകുന്ന ഒത്തിരി പേരെ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാനൊക്കെ പോയി. പിന്നെ നാട്ടുകാരൊക്കെ സഹായിക്കുന്നു. പിന്നെ ഒത്തിരി ആളുകളുടെ വീടാൻ തോറും നടന്ന് നമ്മൾ കർമ്മം തെണ്ടി ചോറും കറിയും മേടിച്ചു കൊടുത്തു. ഒത്തിരി വർഷങ്ങളോളം കൊടുത്തു. ആ കാലഘട്ടങ്ങളിലൊക്കെയും മനുഷ്യർക്ക് ഒത്തിരി ബുദ്ധിമുട്ടിൻ്റെ കാലമാണ്. പിന്നെ ഇന്ദിരാഗാന്ധിയൊക്കെ മരിച്ച സമയത്ത് ബന്ധുക്കളൊക്കെ വന്നപ്പോൾ ഒത്തിരി വീടാൻ തോറും നടന്ന് ചോറും കറിയും മേടിച്ചു കൊടുത്തു. ആ കാലത്തെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായിരുന്നു ഡോക്ടർ PGR പിള്ള സാർ. അദ്ദേഹത്തെ ക്ഷീണം, പ്രായമായി വീട്ടിലിരിക്കുകയാണ്. എന്നെ ഇങ്ങനെയുള്ള കാര്യത്തിന് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ആ കാലത്തെ ഹോസ്റ്റൽ സെക്രട്ടറി ആയിരുന്നു ഒരു പ്രതാപൻ നായർ, മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അദ്ദേഹം എന്നെ ഒത്തിരിയേറെ സഹായിച്ചു. പുള്ളി MBBS കഴിഞ്ഞ് MS പാസ്സായ സർജറിയിൽ മെഡിക്കൽ കോളേജിൽ തന്നെ പ്രൊഫസറായി പെൻഷൻ പറ്റി അമൃതാനന്ദമയി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായി. ഇപ്പോൾ പുള്ളി ജോലിയിൽ നിന്ന് വിരമിച്ചു. അങ്ങനെ വർഷങ്ങളോടുള്ള ആ സ്നേഹബന്ധമൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ വേദനയാണ് വിശപ്പ്. വയറെരിയുന്നവന് ആഹാരം കൊടുക്കുക എന്ന ആശയത്തിന് തുടക്കമിട്ട കാര്യങ്ങൾ അത് 58 കൊല്ലങ്ങൾക്ക് മുമ്പ് ദശന്നിട്ടുകാരന് രാമേന്ദ്രന് ഒരു പൊതി ചോറ് കൊടുത്ത് തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി വന്നാണ് ഇന്ന് 5000-ത്തിലധികം ആളുകൾക്ക് നല്ല ചോറും കറികളും ഒത്തിരി പേരുടെ സഹായങ്ങൾ കൊണ്ട് വെച്ച് വിളമ്പി മെഡിക്കൽ കോളേജ് 3 നേരം, കുട്ടികളുടെ ആശുപത്രി 2 നേരം, ജില്ലാ ആശുപത്രി, ജില്ലാ ആയുർവേദം, ജില്ലാ ഹോമിയോ കൊടുക്കുകയാണ്. 1,80,000 രൂപയോളം ദിവസം ചെലവിന് വേണ്ടി വരും. 54 പേരുടെ കഠിനമായ പരിശ്രമമുണ്ട്. വെളുപ്പിനെ 3 മണിക്ക് ആരംഭിക്കണം ഈ ഭക്ഷണ വിതരണത്തിന് വേണ്ടി. ഒരു വർഷം ഏകദേശം 18 ലക്ഷത്തോളം ഭക്ഷണമാണ് നമ്മുടെ അടുക്കളയിൽ നിന്ന് പോകുന്നത്. 5 ജില്ലയിൽപ്പെട്ടവരാണ് മെഡിക്കൽ കോളേജിൽ വരുന്നത്. ഇവർക്കെല്ലാം ഭക്ഷണം നമ്മൾ കൊടുക്കുന്നു. നമ്മൾ കൊടുക്കുന്ന കണ്ടുകൊണ്ട് ഇന്ന് ഒത്തിരി പേര് ഭക്ഷണം കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്നവർക്കെല്ലാം ഏറ്റവും നല്ല ചികിത്സയും ഏറ്റവും നല്ല ഭക്ഷണവും കിട്ടുന്ന കേരളത്തിലെ ഏക മെഡിക്കൽ കോളേജാണെന്ന് തോന്നിപ്പോകും കോട്ടയം മെഡിക്കൽ കോളേജ്. 5 ജില്ലയിൽപ്പെട്ടവർ ഇവിടെ വരുമ്പോൾ ഭക്ഷണത്തിനായിട്ട് വിഷമിക്കാം. അപ്പം ആളുകൾക്ക് നമ്മൾ ഒത്തിരി പ്രചോദനവും പ്രോത്സാഹനവും കൊടുത്ത് എല്ലാവരും കൂടി ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ മനുഷ്യർക്കും അത് കൂടുതൽ പ്രയോജനപ്പെടും. നവജീവൻ ട്രസ്റ്റിന്റെ അച്ഛനും അമ്മയും എല്ലാം തോമസ് ചേട്ടനാണ്. വ്യത്യസ്തര സ്വഭാവത്തിൽപ്പെട്ട നിരവധി ആൾക്കാർ ഇവിടെയുണ്ട്. ഇവരെ എല്ലാം എങ്ങനെയാണ് ഒരു കുടക്കീഴിൽ ഒന്നിച്ചു കൊണ്ടുപോകുന്നത്? ഒത്തിരിയേറെ വർഷങ്ങളായിട്ട് കോട്ടയത്തൂടെ അലഞ്ഞിരുന്ന് ഒത്തിരി പേരെ കൂട്ടിക്കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ചികിത്സിച്ച് സുഖമായിട്ടാണ് ഇവിടെ ഉള്ളവരെല്ലാം. ഒരു 3000-ത്തിലധികം ആളുകളെങ്കിലും നമ്മൾ 40-ലധികം വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് സുഖം പ്രാപിച്ചു. ഇവിടെ നമ്മുടെ കൂടെ കൂടിയവരെ എല്ലാം പ്രോത്സാഹിപ്പിച്ച് ഇവിടെ നിന്ന് 5, 6, 10 രോഗികളെ കൊടുത്ത് ഒത്തിരി ആതുരാലയങ്ങളുണ്ടായി കേരളത്തിൽ. അപ്പൊ ഇങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് മാനസിക രോഗികളെ തെരുവിൽ നിന്ന് ഏറ്റെടുക്കുന്നത് നമ്മുടെ കോട്ടയത്തുള്ള എല്ലാവരുടെയും സഹകരണത്തോടെ നവജീവൻ ട്രസ്റ്റാണ്. പിന്നെ ഇവരാരും ഇന്നുവരെ എന്നെ ഉപദ്രവിച്ചിട്ടില്ല. കാരണം എനിക്കതിൽ തോന്നിയ ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവർ നമ്മളെ ഇഷ്ടപ്പെടുകയില്ല. അതാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടേ ഇല്ല. ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള നന്മയുള്ള മനുഷ്യരായിട്ട് എനിക്ക് കാണാൻ കഴിയും മാനസിക രോഗികളെ പേടിയില്ല. മാനസിക രോഗം ഇല്ലാത്തവരെ ഇച്ചിരി പേടിയുണ്ട്. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പരിചരണം ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ്. അതെങ്ങനെയാണ് തരണം ചെയ്യുന്നത്? അതേ ഇവിടെ വരുമ്പോഴത്തേനെ അവർ സുഖം പ്രാപിച്ചു കഴിയുമ്പോഴത്തേനെ നമ്മൾ അവരോട് ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ ഇടപെടുക. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കുക. പിന്നെ നമ്മൾ ഇടയ്ക്ക് അവരെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പൊറോട്ടായും കറിയൊക്കെ മേടിച്ചു കൊടുക്കും. സിനിമ കാണിക്കാൻ കൊണ്ടുപോകും, ടൂറ് കൊണ്ടുപോകും. പിന്നെ നമ്മുടെ നവജീവനെ സംബന്ധിച്ച് പറഞ്ഞാൽ അന്തേവാസികളെന്നല്ല, ഞാൻ നവജീവൻ മക്കളെന്നാണ് വിളിക്കുന്നത്. ആരെ എടിയെന്നോ എടാന്നോ എടോന്നോ ഒന്നും വിളിക്കത്തില്ല. മോനെ, മോളെ, അച്ഛ, അമ്മ, ചേട്ടാ, ചേച്ചി എന്നെ വിളിക്കും. അതുകൊണ്ട് ഇവരെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ മാനസിക രോഗികൾ ഈ വെല്ലുവിളിയുള്ളവരെ നോക്കുന്നതിന് ഒരു വിഷമമില്ല. കാരണം വലിയ സ്നേഹമാണ് അവർക്ക്. അവരെ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ട് അവർക്കും ആ സ്നേഹമുണ്ട്. എന്തെങ്കിലും ഒരു ജോലി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അന്നേരം ചെയ്യും. വളരെ ആത്മാർത്ഥമായിട്ടാണ് അവരെ ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. കിച്ചണിലാണേലും എവിടെയാണേലും നമ്മുടെ വീടല്ലേ പപ്പ എന്ന് തന്നെ, നമ്മുടെ വീടല്ലേ പപ്പ എന്നും പറഞ്ഞെല്ലാം ചെയ്തത്. പക്ഷെ വീടുകളിൽ കഴിയുന്നവർക്ക് വിഷമമായിരിക്കും. വീടുകളിൽ കഴിയുന്നവർക്ക് ജോലിക്ക് പോകണം. പിന്നെ ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കാൻ ചിലപ്പോൾ പറ്റാതെ വരും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ. അതേസമയം നവജീവനെ കഴിയുന്നവർക്കൊന്നും
ബുദ്ധിമുട്ടില്ല. നവജീവന്റെ ഈ ഒരു ജീവകാരുണ്യ യാത്രയിൽ താങ്ങും തണലുമായ സഹായഹസ്തങ്ങളുണ്ടല്ലോ, അവരെ ഓർക്കുമ്പോൾ ഉണ്ടുണ്ട്. അത് അന്നത്തെ പല മെഡിക്കൽ സ്റ്റുഡൻസ്, ഇപ്പം അമേരിക്കയിലെ ഡോക്ടർ മനോജ്, ഡോക്ടർ സുമ ജിൽസൺ, അതുപോലെ അന്ന് എൻ്റെ കൂടെ എപ്പോഴും ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഒരു അനീബെ റെജിമോൻ ഇവിടെ അടുത്തുള്ളവരാണ്. അതുപോലെ മരിച്ചുപോയ ഞങ്ങളുടെ മോൺസിഞ്ഞോർ പീറ്റർ ഊരാളച്ചൻ, ബെട്ടൂരെ ഇമ്മാനുൽ സാറ്, ക്രിസ്റ്റീൻ ധ്യാനം നയിക്കുന്ന വിജു, അന്നത്തെ മെഡിക്കൽ സ്റ്റുഡൻറ്റും ഇപ്പോഴത്തെ ചെങ്ങന്നൂർ ഹോസ്പിറ്റലിലെ ഡോക്ടർ തോമസ് കെ. അങ്ങനെ അന്നത്തെ മെഡിക്കൽ സ്റ്റുഡൻസൊക്കെ ഇന്ന് സമൂഹത്തിലെ വലിയ ഡോക്ടർമാരായി. അവരൊക്കെ അന്ന് തുടക്കകാലത്ത് താങ്ങും തണലുമായിട്ട് കൂടിയവരാണ്. ഇപ്പോഴും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരെല്ലാവരും എന്നേക്കാളും നല്ല കഴിവുള്ളവരും നല്ല ആത്മാർത്ഥതയുള്ളവരും നല്ല സത്യസന്ധതയുള്ളവരും ആണ് ഇപ്പോഴും നവജീവനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും അറിയണ്ട, എല്ലാ കാര്യവും ഭംഗിയായിട്ട് നവജീവൻ്റെ ഓഫീസ് കാര്യങ്ങളും മറ്റ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നവരാണ് ഇപ്പോഴും കൂടെ ഉള്ളതൊക്കെ. അതിലെനിക്ക് വലിയൊരു അഭിമാനമുണ്ട്. എന്നെ കഴിഞ്ഞും വിദ്യാഭ്യാസവും കഴിവും എന്നെ കഴിഞ്ഞ് നല്ല സ്വഭാവ ഗുണമുള്ളവരാണ് എൻ്റെ കൂടെ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നും അതെ, ഇന്നും അതെ. അഭിമാനമുണ്ട്, ആശ്വാസമുണ്ട്. ഒരു സ്വാർത്ഥ താല്പര്യം ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ഓഫീസിൽ ജോസ് സാറ്, പോൾ മാത്യു, കുഞ്ഞേട്ടൻ, ഷീപു, അങ്ങനെ ഞങ്ങളുടെ കൂടെ കുറേ പേരുണ്ട്. ഓഫീസിലൊക്കെ ഫുൾ ടൈം പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെല്ലാവരും കൂടെ കൂടിയാണ് ചെയ്യുന്നത്. ഇന്നലെ രാവിലെ ഞാൻ ആശുപത്രിയിൽ പോകും, ക്യാൻസർ വാർഡിൽ പോകും, വൈകുന്നേരം പോകും, പിന്നെ പള്ളികളിൽ, സ്കൂൾ വഴി, കോളേജ് വഴികളൊക്കെ പ്രസംഗം പരിപാടിക്ക് പോകും. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഏറ്റവും ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത്. കാരണം അതൊരു വലിയ ദൈവാനുഗ്രഹമുള്ള ഒരു കാര്യമാണ്. നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ ഒരു പ്രതിഫലം ആഗ്രഹിക്കാതെ നമ്മുടെ ചെയ്യുന്ന ഈ പ്രവൃത്തികളെ നന്നായിട്ട് ചെയ്യാൻ വരുന്നവരെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് അപൂർവമായിട്ടേ കിട്ടുള്ളൂ. ബാക്കി വരുന്നവരെല്ലാം അവർക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വരുന്നതാണ്, എന്തെങ്കിലും തക്ക പ്രതിഫലത്തിന് വേണ്ടി വരുന്നവരാണ്. അവരുദ്ദേശിക്കുന്ന പ്രതിഫലം കിട്ടാൻ വരുമ്പോൾ അവർക്ക് നമ്മളോട് ഇഷ്ടമില്ലാതെയാണ്. പിന്നെ അവർ ചിലപ്പോൾ നമുക്കെതിരായിട്ട് പ്രചരണവും നടത്തും. നമുക്ക് വിദേശ ഫണ്ടോ ഗവൺമെൻറ് ഗ്രാൻറ്റോ ഒന്നുമില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥനയിലൂടെയാണ് ഈ ശുശ്രൂഷ കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പം ആ വിഷമം അറിയാതെ ആരെങ്കിലും ഇവിടെ വന്ന് സഹായിക്കുകയും ചെയ്യുന്നത്. ഈ രോഗികളാകുന്ന ഞങ്ങളുടെ മക്കളും എല്ലാവരും ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എന്തെല്ലാം വിഷമം വന്നോ അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഞങ്ങൾക്ക് കൊണ്ട് തരിക. ഇവിടെ അരിയില്ലാത്തപ്പോഴും, ഇവിടെ കോവിഡ് കാലത്ത് കറി വെക്കാനില്ലാത്തപ്പോഴും, അടുക്കള പാചകത്തിന് ആളില്ലാത്തപ്പോഴും ഒക്കെ അപ്രതീക്ഷിതമായിട്ട് ഒത്തിരി പേര് വന്നു. നമ്മൾ ഈ ഇരിക്കുന്ന കെട്ടിടം തന്നെ അങ്ങനെ പണിതുകൊണ്ട് പൈസ ഇല്ലാതെ വന്നപ്പം ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി വന്നത് നമുക്ക് പണിത് തന്നു. അങ്ങനെ നവജീവൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഒരു മാസം 50 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന കാരുണ്യ പ്രവർത്തനമാണ് നമ്മുടെ നവജീവൻ ട്രസ്റ്റ്. പക്ഷെ ഒന്നും കരുതി വെച്ചുകൊണ്ടല്ല, അതിനുവേണ്ടി പിരിവുകളില്ല, സഹായം ചോദ്യങ്ങളില്ല, ഡൊണേഷൻ മേടിച്ച് നമ്മൾ രോഗികളെ എടുക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷെ അപ്പോഴപ്പം ഉള്ള സമയത്ത് ഇത് ദൈവം നമുക്ക് കൊണ്ട് തരിക ചെയ്യും. എപ്പോഴും കർത്താവായ ദൈവമേ എപ്പോഴും ഈ പാവങ്ങളായ രോഗികളെ എല്ലാവരും സഹായിപ്പാൻ അനുഗ്രഹം തന്നെ എന്ന് പ്രാർത്ഥിക്കും. മോൺസിഞ്ഞോർ പീറ്റർ ഊരാളച്ചൻ്റെ കാലം 40 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അച്ഛൻ ക്നാനായ സമുദായത്തിൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ വഴിയായിട്ട് ഒത്തിരി ക്നാനായക്കാർ അന്ന് സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. അന്നൊന്നുമില്ല എന്ന കാലത്ത് ഒത്തിരി അമ്മമാര് അരിയും കപ്പയും കപ്പളങ്ങായും എല്ലാം വാഴക്കൊലയൊക്കെ ജീപ്പയിലൂടെ കൊണ്ടുവന്ന കാലങ്ങളുണ്ട്, ചുമന്നുകൊണ്ട് വന്ന കാലങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചു വരും, മക്കളൊക്കെ ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ നവജീവനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനായ സമൂഹത്തിൽപ്പെട്ട പണ്ട് മുതലുള്ളവർ ഇപ്പോഴും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് സഹായങ്ങൾ കൊണ്ട് ഇതെല്ലാം അങ്ങനെ ദൈവം നടത്തിക്കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടാനൊരു മനസ്സുണ്ടായാൽ ആരെങ്കിലും നമ്മുടെ കൂടെ വന്നിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നവർ കാണിയല്ല, പ്രതീക്ഷിക്കാത്തവർ വന്നിരിക്കുകയും ചെയ്യും, ദൈവം നടത്തുകയും ചെയ്യും. കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായാൽ മറ്റുള്ളവർ നമ്മളോടൊപ്പം എത്തിച്ചേരും. കഷ്ടപ്പെടാനായിട്ട്, അതായത് മഴ നനഞ്ഞാണേലും വിശന്നിരുന്നാണേലും വെയിൽ കൊണ്ടാണേലും ഒരാളെ സഹായിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് സഹായിക്കാനായിട്ട്, കഷ്ടപ്പെട്ട് സഹായിക്കാൻ ഒരു മനസ്സുണ്ടായാൽ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത അപൂർവം ചില ആളുകൾ നമ്മുടെ കൂടെ വന്നിരിക്കും. അത് ദൈവികമായ കാര്യം, അത് മാനുഷികമായിട്ടല്ല. നവജീവൻ നടക്കുന്ന എല്ലാം ദൈവികമായ കാര്യത്തിൽ കൂടിയാണ് പോകുന്നത്, മാനുഷികമായ കഴിവില്ല. ഇപ്പം ഫ്രാൻസിസ് പാപ്പായെന്ന് നമുക്ക് തികച്ചും യോഗ്യൻ എന്നുള്ള ഒരു ബഹുമതി, ഒരു അവാർഡ് പോലെ കിട്ടിയിട്ടുണ്ട് റോമിൽ നിന്ന്. മദർ തെരേസമ്മയുടെ 10 ദിവസം താമസിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനം കാണിച്ചുകൊണ്ട് ഒരു നല്ല കോട്ടയംകാരൻ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ 10-ാം തീയതി ലോക മാനസികാരോഗ്യ ദിനത്തിൽ ഡോക്ടർ റോയി കള്ളുവേലിൽ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്.
25 രാജ്യങ്ങളിൽ വെച്ച് മികച്ച സേവനത്തെ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത് നമ്മളെയാണ്. തങ്ങളിൽ ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അവാർഡുകൾ കൂടുതൽ കിട്ടും തോറും എൻ്റെ അനുകമ്പയും കരുണയും കുറഞ്ഞു പോകരുതെന്ന് എൻ്റെ ആഗ്രഹം. അഹങ്കാരം ഉണ്ടാകാതെ ഏറ്റവും എളിമപ്പെട്ട് ഏറ്റവും അനുകമ്പയും കരുണയുള്ള വ്യക്തിയായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹം. ഒരിക്കലും എൻ്റെ ദൈവമേ എനിക്കൊരു അഹങ്കാര സ്വഭാവം ഉണ്ടാകരുതെന്ന്. ഞാൻ പലരിലും അതാ കണ്ടുകൊണ്ടേയിരിക്കും. ഒന്നുമില്ലായ്മയിൽ കൂടെ ജീവിക്കുന്നവർക്കൊക്കെ എങ്ങനെയും പെട്ടെന്ന് കുറെ സാമ്പത്തികം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം പെട്ടെന്ന് മാറുന്നതായിട്ടാണ്. ഞാൻ അങ്ങനെ ആകരുതെന്ന് വിചാരിച്ച ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ എളിമയും അനുകമ്പയും കരുണയും പ്രാർത്ഥനയും ദാനധർമ്മവും ചെയ്യുന്ന ഒരു വ്യക്തിയായി എനിക്ക് ജീവിച്ച് മരിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹമാണ്. അതൊരു വലിയ ആഗ്രഹം. അത് ദൈവം സാധിച്ചു തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. 54 കൊല്ലമായിട്ട് 30 വർഷം ജോലി ചെയ്ത് പെൻഷനായി. പിന്നെ ഉമ്മൻചാണ്ടി സാർ ജോലി തന്നു. പിന്നെയും ജോലി തന്നു. ഞാനിപ്പോൾ വോളണ്ടറി സ്റ്റാഫായിട്ട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുക, ശമ്പളം മേടിക്കാതെ. 75 വയസ്സ് കഴിഞ്ഞു. വലിയ ഓപ്പറേഷൻ കഴിഞ്ഞു, കോവിഡ് വന്നു. പക്ഷെ ഒത്തിരി പാവപ്പെട്ട മനുഷ്യരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്നും ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ എന്നും ദൈവത്തിന് നന്ദി പറയാം. എന്നെ സ്നേഹിക്കാനും എന്നെ സഹായിക്കാനും എൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനും എന്നേക്കാൾ നല്ലവരായ ഒത്തിരിയേറെ മനുഷ്യരുടെ സഹായം കൊണ്ടും കരുണ കൊണ്ടുമാണ് നമ്മുടെ നവജീവൻ എന്നുള്ളത്. ഞാൻ എപ്പോഴും നമ്മുടെ നവജീവൻ എന്നേ പറയും. ഇതൊന്നും എൻ്റെതല്ല, എൻ്റെ പരിശ്രമം കൊണ്ടുമല്ല. ഇതൊക്കെ ദൈവം നമുക്ക് ദാനമായി തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എളിമയുള്ളവനും അനുകമ്പയുള്ളവനും കരുണയുള്ളവനും താഴ്മയുള്ളവനായി ജീവിച്ചാൽ ദൈവം നമുക്കെല്ലാം തരും. അപ്പം അങ്ങനെ ഒരു ജീവിതത്തിലൂടെയാണ് ഞാൻ ഇന്നുവരെയും കടന്നു പോന്നിരിക്കുന്നത്. എൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെ ആകാനാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം ക്യാൻസർ വാർഡ് രാവിലെ നവരേരിയുടെ കഞ്ഞി കൊണ്ടുപോകും. അവർക്ക് വേണ്ട കൊച്ചു കൊച്ചു സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് ഞാൻ. കാരിത്താസിലെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിട്ടാണ് 5 ലക്ഷത്തിലേറെ രൂപ ഒന്നും മേടിക്കാതെ എന്നെ സൗജന്യമായിട്ട് ചികിത്സിച്ചു കാരിത്താസ് ഹോസ്പിറ്റലിൽ. അതൊക്കെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു വലിയൊരു സഹായമായിരുന്നു കാരിത്താസ് ഹോസ്പിറ്റലുകാർ എനിക്ക്. ഞാനിപ്പോഴും ക്യാൻസർ വാർഡിൽ ആശുപത്രി ഇടയ്ക്ക് എനിക്ക് ചെറിയ വേദന വരും. ഇപ്പോൾ ഡോക്ടർ ജയപ്രകാശും കാരിത്താസിലെ ഡോക്ടർമാരും ഒക്കെ എന്നെ നോക്കുക, ഡോക്ടർ ദിലീപ് ഐസക്. പക്ഷേ ഞാൻ ക്യാൻസർ വാർഡിലൊക്കെ പോകുമ്പോൾ എന്നേക്കാൾ വിഷമിക്കുന്ന മരിക്കാറായി കിടക്കുന്നവരെ കാണാം. 23-ാം വാർഡെന്ന് പറയുന്നത് കൂടുതൽ മരണം നടക്കുന്ന ഒരു വാർഡാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ 23-ാം വാർഡെന്ന് പറയുന്ന ക്യാൻസർ വാർഡ്. എന്നെ കേൾക്കുന്നവർ വല്ലപ്പോഴും ഒക്കെ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിലെ 23-ാം വാർഡും മറ്റു വാർഡുകളും മക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ട് വന്ന് കാണേണ്ടതാണ്. മനുഷ്യൻ കിടപ്പിലാകുന്ന കാലത്താണ് നടന്നുപോയ കാലത്തെക്കുറിച്ച് ഓർമ്മ. നടന്നു പോകുന്ന കാലത്ത് മനുഷ്യൻ കിടപ്പിലാകുന്ന കാലത്തെക്കുറിച്ച് മനുഷ്യന് ഓർമ്മയില്ല. ഈ ആരോഗ്യം, ഈ പ്രായവും ഈ സാഹചര്യവും എല്ലാം പോകും. നമ്മളൊക്കെ കിടപ്പിലാകുന്ന കാലം വരും. അന്ന് പലരും നമ്മൾ രോഗാവസ്ഥയിൽ സന്ദർശിക്കാൻ വരുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അവരെ ഇച്ചിരൂടെ സഹായിക്കാമായിരുന്നു, അവരോട് പിണങ്ങുണ്ടായിരുന്നു, അവരോടൊരു പ്രതികാരം വേണ്ടായിരുന്നു, അവരോട് അരിശപ്പെടേണ്ടായിരുന്നു, അവരോട് ഇച്ചിരി ക്ഷമിക്കായിരുന്നു. ഇങ്ങനെ പല പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കൂടെ കിടപ്പിലാകുന്ന കാലത്ത് നമ്മളെ സന്ദർശിക്കാൻ വരുന്നവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഈ ഒരു ചിന്തകളൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും.